തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ബിഗ് സർപ്രൈസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, അല്ലെ സാറേ? യെസ് മക്കളെ, ഈ ഒരു അക്കാദമിക് ഇയർ മുഴുവൻ ആദ്യം തൊട്ട് തന്നെ സൈലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങളെ പാർട്ട് 1 പാർട്ട് 2 ലൈവ് ക്ലാസ് ആയിട്ട് പഠിപ്പിച്ചെടുത്തു അല്ലെ. എന്നിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനും റിവിഷൻ ക്ലാസ്സസ് പോയി. 30 ഡേയ്സ് മിഷൻ ഒക്കെ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ട് പഠിച്ച മിഷൻ ആയിരുന്നു. അതിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ നമ്മള് ലാസ്റ്റ് ആയിട്ട് നമ്മള് സോഷ്യൽ സ്റ്റഡീസിന്റെ മെഗാ മാരത്തോൺ വെച്ചു. ഇതിന്റെ കൂടെ ഒക്കെ പറയേണ്ട മറ്റൊരു കാര്യം, ഇതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസും ഇതിന്റെ കൂടെ നമ്മൾ ലൈവിന്റെ കൂടെ തന്നെ വീഡിയോസും തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ നമ്മള് സോഷ്യൽ സ്റ്റഡീസിന്റെ മാരത്തോൺ ആയിരുന്നു ലാസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 ദിവസം കൊണ്ട് സോഷ്യൽ സ്റ്റഡീസ് മുഴുവനായിട്ട് നമ്മുടെ മക്കള് പഠിച്ചെടുത്തു. അതില് ഏറ്റവും കൂടുതൽ കുട്ടികള് ആവശ്യപ്പെട്ട കമന്റ് ബോക്സിൽ സോഷ്യൽ സ്റ്റഡീസിന്റെ മാരത്തോണിൽ ഞാനിങ്ങനെ മാരത്തോൺ കാണുമ്പോൾ പല കുട്ടികളും ആവശ്യം സയൻസിന്റെ മാരത്തോൺ ആയിരുന്നു. അപ്പോ പല കുട്ടികളും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ നിരത്തി മെസ്സേജ് വരികയാണ്, സയൻസിന്റെ മാരത്തോൺ വേണം, സയൻസിന് മാരത്തോൺ വേണം എന്ന് പറഞ്ഞിട്ട്. സോ യെസ്, നമ്മള് ആ സർപ്രൈസ് റിവീൽ ചെയ്യാണ്, സയൻസ് മാരത്തോൺ. അതെ മക്കളെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് റിവിഷൻസും അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സാം ഹാളിൽ പോയാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് തരും, അല്ലേ സാർ? ഓരോ ദിവസം ഓരോ സബ്ജക്ട്, ഐ മീൻ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി 3 ദിവസങ്ങളായിട്ട് ഈ 3 സബ്ജക്റ്റും മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ പോവാണ്. സോ നമുക്ക് ടൈം ടേബിളിലേക്ക് കടന്നാലോ? യെസ്, നാളെ അതായത് 8-ാം തീയതി ഫസ്റ്റ് സബ്ജക്ട് ബയോളജി ആണ്. സോ നമുക്ക് ബയോളജിയുടെ അക്ഷയ് സാറിനെ നേരെ വിളിക്കാം. അക്ഷയ് സാർ വരൂ, ബയോളജി ലൈവ് സെറ്റല്ലേ? അപ്പൊ മാരത്തോൺ നമ്മുടെ ബയോളജി ഉഷാറാക്കാൻ വേണ്ടി സാറ് വരുന്നത് എത്രാം തീയതിയാണ് കാണാൻ നിങ്ങൾക്ക്? 8-ാം തീയതിയാണ് സാറ് വരുന്നത്. നമ്മുടെ ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം 3 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ സെല്ലുകളെ കുറിച്ചുള്ള ചാപ്റ്ററാണ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതുപോലെ തന്നെ ടിഷ്യൂസ്, 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ടിഷ്യൂസ് എന്ന ചാപ്റ്ററും, 3ാമത്തത് ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സ്. അപ്പൊ സാറേ നമുക്കറിയാം സൈലത്തിന്റെ ക്ലാസ് കണ്ട കുട്ടികൾ ഓൾറെഡി ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ അധികം തവണ പഠിച്ചിട്ടുണ്ട്. എന്നാലും ചില കുട്ടികൾ പിന്നെ റിവിഷൻ റിവിഷനും പോയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്നാലും ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നാളത്തോടു കൂടി നമ്മൾ A to Z ബയോളജിയിലെ A to Z കാര്യങ്ങളും എന്ത് ചെയ്യാണ് 8-ാം തീയതി സാർ എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു മക്കളും എന്ത് ചെയ്യരുത്, ഇത് മിസ് ചെയ്യരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യണം, ആ ലിങ്ക് തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ 9th CBSE പഠിക്കുന്ന എല്ലാ കുട്ടികളും തന്നെ നമ്മുടെ ലൈവില് വരണം. അത് മാത്രമാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. യെസ്, 3 ചാപ്റ്റേഴ്സ് ആണ് ബയോളജിയില്. ആ 3 ചാപ്റ്റേഴ്സും അരച്ച് കലക്കി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സെറ്റാക്കും. പവറിലായിരിക്കും സാർ വരുന്നുണ്ടാവുക, ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോ നാളെ നമുക്ക് 9th മറ്റന്നാൾ ഡേ ആഫ്റ്റർ ടുമോറോ നമുക്ക് ഫിസിക്സ് ആണ് ക്ലാസ് വരുന്നത്, 9th സോ അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മുടെ മുഫീദ മിസ് തന്നെ ഉണ്ട്. അതെ മക്കളെ, ഫിസിക്സിലെ 5 ചാപ്റ്റേഴ്സും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ശബരി സാറും ലൈവിൽ ഉണ്ടാകും. അപ്പം എല്ലാ ചാപ്റ്ററും ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നോ ടെൻഷൻ. നിങ്ങൾക്ക് ഫിസിക്സിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ആവശ്യമില്ല എന്ന് 100% ഉറപ്പോടുകൂടി നിങ്ങളോട് പറയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് റിവിഷനും നമ്മൾ ഇവിടെ നടത്തും. സോ എന്റെ കുട്ടികൾ എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അല്ലെ ത്രൂ ഔട്ട്. നമുക്കറിയാം 5 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു ഡ്യൂറേഷൻ നമ്മൾ ടൈം എടുക്കും. സോ അതെ, അപ്പൊ ആ സമയം മുഴുവൻ അല്ലെ നമുക്കാണ് വേണ്ടത്, അല്ലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നുള്ള ആ ഒരു ഗൗരവത്തോടു കൂടെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾ വന്നിരിക്കുക. അതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കാണുന്നതോടുകൂടെ നിങ്ങളെ ഫ്രണ്ട്സിനോടും കൂടെ പറയാ ലൈവ് നടക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിലാണ് ഞങ്ങൾക്ക് ഇത് 100% സക്സസ് ആക്കാൻ പറ്റുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് എന്ത് ചെയ്യണം, 9-ാം തീയതി കാണാം അല്ലെ. ബൈ. ഓക്കെ, സോ 10-ാം തീയതി നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് കെമിസ്ട്രി ആണ്. സോ കെമിസ്ട്രിയെ പറ്റി സംസാരിക്കാൻ വേണ്ടി ശ്രീഭാമ മിസ്സിന്റെ 4 ചാപ്റ്റർ ആണ് കെമിസ്ട്രിയിലുള്ളത് അല്ലെ. യെസ്, അപ്പൊ മക്കളെ അടിപൊളിയായിട്ട് നിങ്ങൾ എന്താണ് 8-ാം തീയതി നമ്മുടെ ബയോളജി പഠിക്കും, 9-ാം തീയതി ഫിസിക്സ് പഠിക്കും. അപ്പൊ അടുത്തത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് കെമിസ്ട്രിക്കായിരിക്കും ഓഫ് കോഴ്സ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ പോലെ 4 ചാപ്റ്റർ, നമ്മുടെ രോഹിത് സാർ പറഞ്ഞ പോലെ 4 ചാപ്റ്റർ ആണ് ഉള്ളത്. മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് ഈസ് മാറ്റർ അറൌണ്ട് us പ്യുവർ ആൻഡ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആൻഡ് ലാസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ ആറ്റം. അപ്പൊ ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ 10th അവിടെ എത്തുന്നതിന് മുമ്പ് അവർ ഏറ്റവും ബേസ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഏത് നമ്മുടെ ഈ ചാപ്റ്റേഴ്സ്. സോ മക്കളെ
ഒരു ലൈവില് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. എക്സാമിന് നിങ്ങൾ ആൻസർ ഷീറ്റ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും അല്ലെ? കാരണം ഇതേ ക്വസ്റ്റ്യൻസും ഇതേ ചാപ്റ്റേഴ്സും ആ ടോപ്പിക്കുകളെല്ലാം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾ ഇനി പറയും അല്ലെ? സോ അതാണ് നമ്മുടെ സൈലത്തിന്റെ ഉറപ്പ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രി പഠിക്കാം. സോ 10ാം തീയതി കെമിസ്ട്രി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീഭാമ മിസ്സും അഖില മിസ്സും ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരിക. രണ്ടുപേരും വരും. യെസ്, എല്ലാ കുട്ടികളും കൃത്യം 7 മണിക്ക് തന്നെ ഈ ലൈവുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൃത്യം 7 മണിക്ക്. നമ്മുടെ നോർമൽ ലൈവ് ഒക്കെ കൃത്യം 7 മണിക്കാണ് പോകാറുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഈ 3 ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾ സയൻസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സെറ്റ് ആയിക്കോണം. സെറ്റ് ആക്കി തരാൻ ഇവരെല്ലാവരും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. യെസ് മക്കളെ, ബൈ. ബൈ.